താൻ ബിഗ് ബോസിൽ പോയതിനെ പറ്റിയും ബിഗ് ബോസിൽ പോയപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ അനുഭവിച്ചതിനെ പറ്റിയുമൊക്കെയാണ് അനുമോൾ പറയുന്നത്. ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഒരു ട്രോമ അനുഭവിച്ചു. ആ 100 ദിവസം ആ വീട്ടിൽ നിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല. ആ ട്രോമയിൽ ഡിപ്രഷനുമൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ നിന്നും പോലും എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്ന ചേച്ചിക്ക് ഗർഭം അലസി വരെ പോയി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ദുഃഖമായിരുന്നു. എനിക്ക് വേണ്ടിയാണല്ലോ അതെല്ലാം ആ ചേച്ചി അനുഭവിക്കേണ്ടി വന്നത് എന്നതായിരുന്നു അന്ന് എന്നെ ഏറ്റവും വലിയ അലട്ടിയിരുന്ന ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് എത്ര ചെയ്താലും ഞാൻ അതിനൊന്നും തന്നെ പകരമാകില്ല. എത്ര നാൾ അതിനു വേണ്ടി ഞാൻ കാത്തിരുന്നു, അല്ലെങ്കിൽ എത്ര നാൾ എനിക്ക് സന്തോഷം ലഭിച്ചു എന്നതാണ് കാര്യം. അതിൽ പ്രൈസ് അടിച്ചതിലൊന്നുമല്ല ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ എന്താണെന്നുള്ള ജീവിതം പഠിച്ചതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അനുമോൾ പറയുന്നു. അനുമോളുടെ ജീവിതത്തിൽ ഇതുണ്ടായത് ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. ആരുടെത്തെങ്കിലും പറഞ്ഞാൽ അത് ട്രോളായി മാറുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾ പറയാത്തത്. സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർ കൂടുതലും ഏറ്റെടുത്തൊരു താരം തന്നെയാണ് അനുമോൾ. അതുകൊണ്ട് തന്നെയാണ് അനുമോളുടെ വാർത്തകൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും പറയാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൽ ആ ദിവസങ്ങൾ കടന്നു പോവുക എന്നത് വീട്ടിൽ കാലിന്മേൽ കാലും കയറ്റിയിരുന്ന് കാണുന്നത് പോലെ എളുപ്പമല്ല എന്ന് അനുമോൾ പറയുന്നു. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് ബിഗ് ബോസിലേക്ക് പോയത്. പോകാൻ തീരുമാനിച്ചതിന് ശേഷം ജോത്സ്യനൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അല്പം കഷ്ടപ്പെടേണ്ടി വരുമെങ്കിലും കപ്പും കൊണ്ടേ തിരികെ വരൂ എന്ന് ജോത്സ്യൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ കഷ്ടപ്പാട് കുറച്ചധികം തന്നെയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തുനിന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ എൻ്റെ അകത്ത് പോയാൽ മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാകൂ. ആ ട്രോമയ്ക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു, മെഡിസിൻസ് എടുക്കേണ്ടി വന്നു. സ്നേഹിക്കുന്നവർ തന്നെ സ്നേഹം എനിക്ക് വിശ്വസിക്കാൻ കഴിയാതെ വന്നു. ഒരുപാട് സ്നേഹം അറിയിച്ചു കൊണ്ടെത്തി. വെറുക്കുന്നവരും ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മറ്റു മത്സരാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടുന്നവരാകാം ചെയ്യുന്നതെന്നും പിന്നീട് എനിക്ക് മനസ്സിലായി. എന്നാൽ അതൊന്നും അല്ലാത്ത ചിലരുണ്ട്. ഷോ പോലും കാണാതെ കുറ്റം പറയാൻ പറ്റാത്തത്രയും മോശമായി എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകൾ. അതൊന്നും സഹിക്കാൻ പറ്റിയില്ല. അതൊന്നും എന്നെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ പോലും പറ്റിയില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പണിയില്ലാത്തവരുടെ നേരം പോക്കായി തള്ളിക്കളയാം, പക്ഷെ അന്ന് അത് പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതൊന്നുമല്ലല്ലോ കരുതുന്നത്. 100 ദിവസം എന്താണ് എന്നറിയാതെയല്ലേ നമ്മൾ നിൽക്കുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ ഉള്ളൊരു വിഷമമുണ്ട്. നമ്മൾ ചെയ്യാത്ത ഷോ പോലും എന്തെന്നറിയാത്തവർ നമ്മളെപ്പറ്റി കുറ്റം പറയുമ്പോൾ അതൊരു വല്ലാത്ത വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. ഞാൻ ബിഗ് ബോസിൻ്റെ ഉള്ളിലായിരുന്നപ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എൻ്റെ ചേച്ചിയാണ്. അവളൊരു സർക്കാർ ജീവനക്കാരിയാണ്. ജോലി പോലും വിട്ടിട്ടാണ് ചേച്ചി എനിക്ക് വേണ്ടി ഓടി നടന്നത്. അതിനിടയിൽ തന്നെ അവൾക്കൊരു അബോഷണം സംഭവിച്ചു. നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ കാരണം ജീവൻ നഷ്ടപ്പോലും പെടുത്താൻ പോയ പലരും ഉണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ. അവരുടെ എല്ലാവരുടെയും വിജയമാണെന്നാണ് അനുമോൾ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.